ഹേ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഒരുപാട് നാളുകൾക്ക് ശേഷം, ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ പി ജിയിൽ, ഞാൻ സ്റ്റേ ചെയ്യുന്ന പി ജിയിലാണ് കേട്ടോ. നമ്മളുടെ മാന്യത ടെക് പാർക്കാണ് ബാക്കിൽ കാണുന്നത്. മാന്യത ടെക് പാർക്കിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ പി ജി. അപ്പോൾ ഇന്നെന്താ പരിപാടികൾ എന്ന് വെച്ചാൽ, 4 ദിവസം, ഇനിയൊരു 4 ദിവസം കൂടി നോമ്പുള്ളൂ. നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാളാണ് ഈദ്. അപ്പോൾ ഈദിന് വേണ്ടി വീട്ടിലോട്ട് പോകണം. അപ്പോൾ ബാംഗ്ലൂർ, കണ്ണൂർ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇറ്റ്സ് മീ സഫ്തർ ഹിയർ. വെൽക്കം ബാക്ക് ടു സിംപ്ലി സാഡ്. ഇപ്പോൾ വൈകുന്നേരം ഏകദേശം 4 മണിയായിട്ടുണ്ടാവും. വാഷ് ചെയ്ത തുണിയൊക്കെ ഒന്ന് ആറാനിടണം. ഈ ടെറസിലിരുന്ന് കാറ്റും കൊണ്ട് നമ്മൾ ടെക് പാർക്ക് നോക്കിയിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോഴാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തത്. പക്ഷെ നിസ്കരിക്കാൻ പോയ ഞാൻ ശ്രദ്ധിച്ചത് മറ്റൊരു സംഭവമാണ്. പള്ളിയിലെ കഞ്ഞി ചെമ്പ് ഉണ്ടോ? പള്ളിയിൽ കഞ്ഞി ഉണ്ടാക്കിയിട്ട് നാട്ടുകാർക്ക് എല്ലാവർക്കും ഡെയിലി വിതരണം ചെയ്യും കേട്ടോ. ഈ നോമ്പ് പറയുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ തൂക്കൊക്കെ ആയിട്ട് വന്നിട്ട് ഇവിടുന്ന് കഞ്ഞി വാങ്ങിക്കും. നല്ല അടിപൊളി കഞ്ഞി കേട്ടോ. ഈ ബാംഗ്ലൂരിലെ നോമ്പ് കഞ്ഞി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കഞ്ഞി പോലെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സാധനമാണ്. അത് കഴിച്ച് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. നമ്മൾ നോമ്പ് മുറിക്കാനായിട്ട് പള്ളിയിലേക്ക് പോകുന്ന ഒരു സീനാണ് കേട്ടോ. ഇത് നമ്മളെ ഫഹദക്ക, എൻ്റെ റൂംമേറ്റ് ഫഹദ്. ഇതാണ് ബ്ലോക്ക്. ഈ ഒരു പള്ളിയിലാണ് കേട്ടോ കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് നമ്മൾ നോമ്പ് മുറിക്കാനും ഒക്കെ വരുന്നത്. അതെ, ഇനി അങ്ങോട്ട് പള്ളി കാണൂലെന്നോ? സമൂസയും ഒരു ഫ്രൂട്ട് ബൗളും പിന്നെ നല്ല ബാംഗ്ലൂർ സ്റ്റൈൽ നോമ്പ് കഞ്ഞിയൊക്കെയാണ് ഇവിടുത്തെ ഇഫ്താർ സ്പെഷ്യൽ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നോമ്പൊക്കെ മുറിച്ച് നമ്മൾ ഇറങ്ങി. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ബാംഗ്ലൂരിൽ നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ടാണ് ബാങ്ക് കൊടുക്കുക കേട്ടോ. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. എനിക്ക് ഇവിടുത്തെ കഞ്ഞിനെ കുറിച്ച് എന്താ അഭിപ്രായം? കഞ്ഞിന്ന് പറഞ്ഞാൽ പറയാല്ല, കുടിച്ച് തന്നെ അറിയണം. കിട്ടുന്ന കഞ്ഞി കേട്ടോ ബാംഗ്ലൂരിലെ കഞ്ഞി. ഹെവി ബ്ലോക്ക് കഴിച്ചു. നമ്മോ സമയത്ത് എത്തുമോന്ന് തന്നെ സംശയം ഇപ്പം. അപ്പൊ ഞാൻ പോവാണ് ഒറ്റക്കായോണ്ട്. സന്തോഷമുള്ളൂ. നോക്കിയും കണ്ടൊക്കെ ഒന്ന് പോയി തരുമോ നീ? നോക്കിയും കണ്ടൊക്കെ നടക്കണം, ആരെയും പിടിച്ചോണ്ട് പോകാനൊക്കെ. ഒരു ഫോൺ എടുത്തതിന്റെ കഷ്ടപ്പാട് ഞാൻ അനുഭവിക്കില്ല. എടാ അപ്പം അഡ്വാൻസ്ഡ് ഈദ് മുബാറക്. ഈദ് മുബാറക്. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് ദീപാഞ്ജലി മെട്രോ സ്റ്റേഷനിലാട്ടോ. നല്ല ബ്ലോക്ക് ആയിരുന്നു വരുന്ന വഴിക്ക്, ബസ്സിൽ വരുന്ന വഴിക്ക്. അപ്പൊ ഞാൻ എത്തൂല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറിൽ അധികം ഇനിയും ഉണ്ട്. അപ്പൊ ഇനിയിപ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം. സാറ്റലൈറ്റ് ബസ് തന്നെയാണ് കേട്ടോ നമ്മളെ ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ണൂരേക്കുള്ള ബസ്. സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് അടുത്തെത്തി. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ഷവർമ കഴിക്കാം. ഫുഡൊന്നും കഴിച്ചില്ലല്ലോ. ഭയ്യ इसमें मायोनेज़ नहीं चाहिए. ഷവർമ വന്നു. ഷവർമ വാങ്ങിക്കുമ്പോൾ എപ്പോഴും മയോണൈസ് വേണ്ടെന്ന് പറയാം. മയോണൈസ് ഇല്ലാണ്ട് ഷവർമ വാങ്ങിക്കുമ്പം ചെറിയൊരു ജ്യൂസിനെസ് കുറവുണ്ടാവുന്നേ ഉള്ളൂ. ബട്ട് മോർ പ്രയോറിറ്റി ഫോർ ഹെൽത്ത് ദാൻ ടേസ്റ്റ്. അങ്ങനെയാണല്ലോ അല്ലേ?
പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. നമ്മുടെ കണ്ണൂർ ബസ് ഇവിടെ ഉണ്ട്. സ്വിഫ്റ്റിൻ്റെ ഡീലക്സ് സീറ്റർ ബസ്സാണ് കേട്ടോ. ഒരു ബാംഗ്ലൂർ സാറ്റലൈറ്റ് ബസ്സാണ്. രാത്രി 9:15 ഈ ഒരു ബസ് ഉള്ളത്. രാവിലെ 4 മണിയാകുമ്പോൾ കണ്ണൂരെത്തും. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി ഉണ്ട് ബസ് ഇവിടെ. ഒരു ചായ പിടിക്കാൻ പറ്റിയ അടിപൊളി. നോക്കട്ടെ. അങ്ങനെ ലാസ്റ്റ് താളം കൂടെ വന്ന് ബാംഗ്ലൂരിനോട് ബൈ ബൈ പറഞ്ഞുകൊണ്ട് ബസ് വിട്ടു. അങ്ങനെ കണ്ണൂരെത്തി ഗൈസ്. ഇപ്പോൾ നമ്മൾ കണ്ണൂരെത്തി. എന്താ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇന്നത്തെ നോമ്പിനുള്ള അത്താഴം കഴിക്കണം. ബാങ്ക് കൊടുക്കും എന്തായാലും വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ അതിന് മുമ്പായിട്ട് കഴിക്കാൻ വേണ്ടി ഞാനൊരു ഓട്സും റൈസിൻസും ചിയാ സീഡ്സൊക്കെ ആയിട്ട് ഒരു സെറ്റപ്പ് കൊണ്ടുവന്നുണ്ട്. ചോക്ലേറ്റ് ഫ്ലേവേർഡ് മിൽക്ക് ഒഴിച്ചിട്ട് കഴിക്കാം. കൊള്ളാം, പൊളി സാധനം. ഇവിടെ നിന്നിട്ടാ ഫുഡ് കഴിച്ചാൽ. ഇവിടെ നിങ്ങൾക്ക് സെൻട്രലായിട്ട് ഗാന്ധിജീനെ, അവിടെ ആയിട്ട് സഖാവ് AKജിനെയും കാണാൻ പറ്റും കേട്ടോ. സെറ്റ്. ഇപ്പം നമ്മൾ ചായയും കുടിച്ചു, അത്താഴം കഴിച്ചു. ഇപ്പം ഏകദേശം 4:50 5 മണിക്ക് എങ്ങനെയാണെന്ന് തോന്നുന്നു പങ്ക് ഇവിടെ. ശരി, ഇനി തളിപ്പറമ്പിലേക്ക് നമുക്ക് ബസ് കയറണം. അങ്ങനെ നമ്മൾ തളിപ്പറമ്പ് എത്തി ഗൈസ്. നമ്മളെ നാട്. ഇനി പിക്ക് ചെയ്യാൻ ഉപ്പ വരുമെന്നാണ് പറഞ്ഞത്. ഉപ്പാനെയും അനിയനെയും പിക്ക് ചെയ്യാൻ വേണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മളെ ഷെബു ഉണ്ട് ഇവിടെ. ഷെബു ഹായ് പറയും. ഷെബുവിന് എത്ര നോമ്പുണ്ട്? ബാക്കി ഫുള്ളുണ്ടല്ലേ? ഫുള്ള് നോമ്പുണ്ടല്ലേ ഷെബുവിന്? താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസൊക്കെ DM-ലോ കമൻറ്റിലോ ആയിട്ട് പറയാം കേട്ടോ. അപ്പം ശരി.